ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ ചോറിന്റെ കൂടെ കഴിക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക വെച്ച് മോരുകറിയുടെ റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ തോലൊക്കെ ഒന്ന് ചെത്തിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. വെള്ളരിക്ക ഇവിടെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 4-5 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്. മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകം, 1/2 ടീസ്പൂണ് പെരുംജീരകം, പിന്നെ 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പില. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് വളരെ കുറച്ച് മാത്രം വെള്ളപ്പൊടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോഴേക്കും ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ജാറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒട്ടും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. മുളകിന്റെ ഒരു എരിവ് മാത്രമാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളക്കാനൊന്നും പാടില്ല. ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പിന്റെ കുറവുണ്ട്, അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയ രീതിയിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ബബിൾ വരുന്ന ടൈമിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കുക. അപ്പൊ അതാ 1 കപ്പ് മോരുണ്ട് കേട്ടോ. അത് മിക്സിയിലിട്ട് അടിക്കാൻ ചെയ്യരുത് കേട്ടോ. നമ്മളിങ്ങനെ സ്പൂണായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വറവിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് ചെറുതായി പൊട്ടി വരുന്ന ടൈമിന് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. കറി അധികം എരിവൊന്നുമില്ല. അപ്പൊ ഉണക്കമുളക് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ആവശ്യത്തിന് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്.
ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ അതായത് നമ്മുടെ വെള്ളരിക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ എല്ലാം ചെയ്യുന്നെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.